അബുദാബി എയർപോർട്ട് എത്താറാവുകയാണ്. നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ദോഹയ്ക്കുള്ള ഫ്ലൈറ്റ് എടുക്കുകയാണ്. ദോഹയിൽ നിന്നാണ് അടുത്ത ഫ്ലൈറ്റ് ഉള്ളത്. വികാസ് ഓൾറെഡി പോയിട്ട് ലൈൻ പിടിച്ചെന്ന് തോന്നുന്നു. വിചാരിച്ചതിനേക്കാളിലും കൂടുതൽ തിരക്കുണ്ടെന്ന്. ദോഹ ഫ്ലൈറ്റ് ആണ് 11:40 അവിടുന്ന് പിന്നെ 2:30 അല്ലേ? 2:30 അതെ. മോർണിംഗ് നമ്മൾ ഫ്രാങ്ക്ഫർട്ടിലെത്തും. ഒരു 6:50 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഫ്രാങ്ക്ഫർട്ടിലെത്തും. അവിടെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അതൊരു സർപ്രൈസ് ആണ്. പുള്ളി നമ്മളെ എയർപോർട്ടിൽ എടുക്കാൻ വരും. പറ്റിക്കഴിഞ്ഞാൽ പുള്ളിയായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ പറ്റും. വികാസ് ഞാനൊരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ട് ഇരിക്കുകയാണ്. ഇത് ഭയങ്കര ഓറഞ്ച് ജ്യൂസാണ്. അവിടെ നല്ല പാക്കിംഗ് ഒക്കെ അടിപൊളിയാ. അത് എത്ര കൊടുത്ത്? ഓറഞ്ച് ജ്യൂസ് 26 ദിർഹംസ് വരണം. പക്ഷെ അതിന്റെ കൂടെ ഒരു ഓറഞ്ചും കൂടി ഫ്രീ. 26 ദിർഹം കൊടുക്കുന്ന 26 ഓറഞ്ച് ജ്യൂസും ഒരു ഓറഞ്ചും ഒരു പൊട്ടുള്ള ഓറഞ്ച്. ചെറിയൊരു പൊട്ടുണ്ട്. അതെ. അങ്ങനെ എയർപോർട്ടിൽ നമ്മൾ ചെക്കിൻ എല്ലാം. അപ്പൊ അതാണ് നമ്മുടെ ഡിന്നർ. ഇന്നത്തെ ഡിന്നർ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഇനി ശേഷം ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഉള്ള കാഴ്ചകൾ. അങ്ങനെ നമ്മളുടെ വണ്ടി ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വേണം ഫർദർ ജേണി കണ്ടിന്യൂ ചെയ്യാനായിട്ട്. So there you go, our car. It's here. ഷട്ടർ പൊങ്ങുന്നില്ല. വീണ്ടും പൊക്കി വിടുന്നു. വീണ്ടും താഴേക്ക് വരുന്നു. എന്താവും നോക്കാം. അതെ, ഇങ്ങനെ ഒരു AC പരിപാടി ഉണ്ടായിരുന്നു. അതവിടെ കൊളുത്തിറാൻസിൽ ഉണ്ടാവില്ല അരുൺ. അടുത്തെ അതുമല്ലായിരിക്കും. ആ ഹുക്കിലേക്ക് എത്തുമോ? ഇതിലേക്ക് എത്തുമോ? അങ്ങനെ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നുകൊണ്ട് അതൊക്കെ ചെയ്തു. പപ്പു പടത്തിൽ പറഞ്ഞ ചെറിയ സ്പാനർ അങ്ങോട്ട് എടുത്ത് വണ്ടി സ്റ്റാർട്ടായി. എല്ലാ കൺട്രോൾസും തിരിച്ചു വന്നു. സോ വി ആർ ഓൺ. വണ്ടി സ്റ്റാർട്ടാക്കിയാൽ ആദ്യം നമ്മൾ ഓയിലൊക്കെ നോക്കണം, വെള്ളമൊക്കെ നോക്കണം. എടുത്തുകൊണ്ട് പോകുന്നതിന് മുന്നേ
അങ്ങനെ വണ്ടി കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് സ്റ്റാർട്ടായി. ഒന്ന് ചെറിയതായിട്ട് ഒരു 5 സെക്കൻഡ് ഒരു അടി ഉണ്ടായിരുന്നു. പക്ഷേ നോർമലായിട്ട് സ്റ്റാർട്ടായി. ബാറ്ററിക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബാറ്ററിയൊക്കെ വിചാരിച്ചതിനെക്കാട്ടും നന്നായിട്ട് ഫങ്ഷൻ ചെയ്തു. അപ്പോൾ നമ്മൾ ആകെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ പിന്നെ പോസിറ്റീവ് ഡിസ്കണക്ട് ചെയ്തിട്ടു. 4-4.5 മാസം വണ്ടിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊരു ലേണിംഗ് ആണ്. വണ്ടി ഒരു ഇടത്ത് റിമോട്ട് സ്റ്റോറേജിലെങ്ങാനും കൊണ്ടിടുകയാണെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലുള്ള സ്റ്റോറേജ് ബാറ്ററി, ഹൗസ് ബാറ്ററി എന്ന് പറയും, അതിൻ്റെ ഫംഗ്ഷൻ എത്രയുണ്ട്. നമ്മൾ പോയപ്പോൾ അത് 50-55% അങ്ങോട്ട് ചാർജിലാണ് നമ്മളത് വിട്ടത്. ഇപ്പോൾ അത് നമ്മൾ ഓണാക്കാൻ പോവുകയാണ് ഫസ്റ്റ് ടൈം ഇൻ 4 months. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അതൊന്ന് ഓൺ ചെയ്യണം, എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ഇതിപ്പോൾ മറ്റേ മെയിൻ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് സ്റ്റെപ്സ്. ഇവിടെയാണ് മെയിൻ പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ കൺട്രോൾ പാനലിൽ കാണിക്കും മെയിൻ പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഹൗസ് ബാറ്ററിയുടെ പവറൊക്കെ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയും അതിൻ്റെ കൺട്രോൾസും ഒക്കെ സ്റ്റോറേജ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അത്. അതിനകത്തേക്ക് നമ്മൾ കയറിയിട്ട് നമ്മുടെ ഹൗസ് ബാറ്ററിയുടെ പവർ അങ്ങോട്ട് ഓണാക്കും. 1 മിനിറ്റ് എടുത്തു അതിൻ്റെ സിസ്റ്റംസ് ഒക്കെ ഫങ്ഷനായി വരാൻ. നമ്മുടെ ഇവിടെ ബൂട്ടപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺട്രോൾ പാനലിൽ ബൂട്ടപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റ് വേണം അതിന് ചിലപ്പോൾ സ്റ്റാർട്ടായിട്ട് വരാൻ. നോക്കട്ടെ. അത് കാണിക്കുന്നുണ്ട്, ഇലക്ട്രോൺ എനർജി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഡെഡ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഡെഡ് ആവേണ്ട ആവശ്യം, നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. പക്ഷെ നമുക്ക് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ കാണിക്കുന്നത് ഉണ്ടോ 18% കാണിക്കുന്നുണ്ട്. അപ്പോൾ 1% ചാർജ് നമ്മൾ ഇട്ടതിൻ്റെ ഇടയിൽ 1% ചാർജ് ഓൾട്ടർനേറ്ററിൽ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പം ഫുള്ളി റെഡി ടു ഗോ ആയി. ഇനി നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വികാസ് ഭായ് അപ്പോൾ ഇന്നത്തെ ബാഡ് ക്രോസിനോ എപ്പിസോഡിൽ നിന്നും നമ്മൾ സൈനിങ് ഓഫ്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഫ്രാങ്ക്ഫർട്ടിലേക്ക് വണ്ടി ഓടിച്ച് പോവുമായിരിക്കും. ഇന്ന് വൈകുന്നേരത്തെ എപ്പിസോഡും ഇന്ന് വൈകുന്നേരത്തെ ഇവൻറ്റ്സും നാളത്തെ എപ്പിസോഡും കൂടി പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം.